പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അപ്പോൾ തന്നെ എല്ലാവർക്കും പ്രഭാത വന്ദനവും അറിയിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. ഈ ഭാഗം നാം പഠനവിധേയമാക്കുമ്പോൾ വചനം ഇരുളിൽ വെളിച്ചം വീശുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പാഴും ശൂന്യവുമായ ഭൂമി ഇരുൾ മൂടിക്കിടന്നപ്പോൾ ദൈവം ഉച്ചരിച്ച ആദ്യ വാക്കുകളാണ് വെളിച്ചമുണ്ടാകട്ടെ. വചനത്തിൻ്റെ ശക്തിയാൽ വെളിച്ചമുണ്ടായി. ഇല്ലാത്തതിനെ ഉളവാക്കിയതും ഇരുളിനെ നീക്കിയതും വചനത്തിൻ്റെ ശക്തിയാണ്. പാഴായതും ശൂന്യമായതും പ്രയോജനരഹിതവുമായ ജീവിതത്തിൽ നിന്നും ഇരുൾ നീക്കി സത്യവെളിച്ചമുള്ളിൽ പ്രകാശിപ്പിച്ചു വഴികാട്ടിത്തരുന്നത് വചനമാണ്. ഭൂതകാലം എത്ര പാഴും ശൂന്യവുമായാലും വചനത്തിൻ്റെ ശക്തിയാൽ അതിനെ മാറ്റി എടുക്കുവാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ ഈ ചിന്ത അല്ലെങ്കിൽ ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ഭൂതകാലം എത്രയോ പാഴും ശൂന്യവും ഇരുൾ മൂടിക്കിടന്ന അവസ്ഥയിലുമായിരുന്നു. ഈ സത്യവചനം നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ, ആ സത്യവചനത്തെ പ്രമാണിക്കുവാൻ നാം തയ്യാറായപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ വചനത്തിൻ്റെ ശക്തിയാൽ വെളിച്ചമുണ്ടാകുവാനിടയായിത്തീർന്നു. പ്രയോജനരഹിതമായ ജീവിതത്തിൽ നിന്ന് ഇരുൾ നീങ്ങി നമുക്ക് സത്യവെളിച്ചമുള്ളിൽ വലിയൊരു പ്രകാശം തരുവാനിടയായിത്തീരുന്നു. ഇന്ന് ആ പ്രകാശത്തിലാണ് നാം മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ വാക്കുകൾ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതം ഇരുൾ മൂടിയ അവസ്ഥയിലും പാഴും ശൂന്യമായ അവസ്ഥയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ഈ സത്യവചനത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുക. അപ്പോൾ വചനം ഇരുളിൽ നിങ്ങൾക്ക് വെളിച്ചം വീശി നിങ്ങളിൽ കുടികൊണ്ടിരിക്കുന്ന ഇരുട്ടിനെ മാറ്റി അതിനെ പ്രകാശപൂരിതമാക്കി പ്രകാശമുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്ത ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.